എഴുത്തിന് പേര് തപ്പാലാറിൻ്റെ ഞാലും സ്വാഗതം എന്ന് പറഞ്ഞ സിനിമ അപ്ഡേറ്റ് ഉണ്ട്. ആ അപ്ഡേറ്റ് നമ്മുടെ കരിക്ക് ടീമിൻ്റെ ചിത്രത്തിൻ്റെ പേര് വന്നിരിക്കുകയാണ്. ഗുഡ് ലക്ക് ചിക്കോ എന്നാണ് ചിത്രത്തിൻ്റെ പേര്. അപ്പോൾ എന്തായാലും ഒരു ഗംഭീര ചിത്രം തന്നെ ആവട്ടെ. അടുത്ത അപ്ഡേറ്റ് നമ്മുടെ ഐ ആം ഗെയിം എന്ന ചിത്രത്തിൻ്റെ ഭാഗത്തുനിന്ന് ഒരു സോങ് വന്നിട്ടുണ്ട്. ഇത് ലൂസർ സോങ് എന്നാണ് പേരിട്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ യൂട്യൂബിൽ അവൈലബിൾ ആണ്. നമ്മുടെ ദുൽഖറാണ് ഈ ഗാനം പാടിയിരിക്കുന്നത്. നാനി ചിത്രമായ പാരഡൈസ് എന്ന ചിത്രത്തിൽ നിന്ന് ഒരു ഗാനം വരുന്നുണ്ട്. അതിൽ നമ്മുടെ കീർത്തി സുരേഷാണ് ആ ഗാനത്തിലുള്ളതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അത് നമ്മുടെ അനിരുദ്ധിൻ്റെ ഈ വരുന്ന ഇന്ന ദിവസം നടത്തുന്ന ഒരു കൺസേർട്ടിൽ ആ ഗാനം പാടുന്നതായിരിക്കും എന്നുള്ള രീതിയിലാണ് പുറത്തു വന്നത്. നമ്മുടെ വിജയ് ദേവരകൊണ്ടയുടെയും രശ്മിക മന്ദാനത്തിൻ്റെയും സിനിമയായ രണബലി എന്ന ചിത്രത്തിൻ്റെ റിലീസ് തീയതി വന്നിട്ടുണ്ട്. ഈ വരുന്ന 16-ാം തീയതി, അതായത് ഒക്ടോബർ മാസം 16-ാം തീയതിയാണ് ചിത്രം തിയേറ്ററിലെത്തുക. കയാഡു ലോഹർ, ജി വി പ്രകാശ് എന്നിവരുടെ ഇമ്മോർട്ടൽ എന്ന ചിത്രത്തിൻ്റെ ട്രെയിലർ ഇപ്പോൾ യൂട്യൂബിൽ അവൈലബിൾ ആണ്. ഒരു റോംകോം ഫാൻറ്റസി പടമായിട്ടാണ് നമുക്ക് ട്രെയിലറിൽ നിന്ന് വ്യക്തമാണ്. ഒരു ഇൻഡസ്ട്രിയൽ ഹിറ്റിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ചിത്രമാണല്ലോ ബെത്ലഹേം കുടുംബ യൂണിറ്റ്. ചിത്രത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു ജൂക്ക് ബോക്സ് ഇപ്പോൾ യൂട്യൂബിൽ അവൈലബിൾ ആണ്. അപ്പോൾ കാണാൻ താല്പര്യമുള്ളവരെന്തായാലും പോയി കാണാം. YRF 5 യൂണിവേഴ്സിൽ വരുന്ന ചിത്രമാണ് ആൽഫ. ചിത്രം ഈ വരുന്ന ഓഗസ്റ്റ് 28-ാം തീയതി മുതൽ നമ്മുടെ നെറ്റ്ഫ്ലിക്സിൽ കൂടെ സ്ട്രീം ചെയ്യുന്നതായിരിക്കും. നമ്മുടെ മാധവ് സുരേഷിൻ്റെ അംഗം അട്ടഹാസ്യം എന്ന ഈ ചിത്രം ഈ വരുന്ന ഓഗസ്റ്റ് 28-ാം തീയതി മുതൽ നമ്മുടെ സൺ നെക്സ്റ്റിൽ കൂടെ സ്ട്രീം ചെയ്യുന്നതായിരിക്കും. കനി കുസർജി, പിന്നെ നിഖില വിമൽ, സാനി അയ്യപ്പൻ എന്നിവർ കൂടാതെ മറ്റ് താരങ്ങളൊക്കെ അഭിനയിച്ച ഒരു വെബ് സീരീസാണ് ഐസ്. ഈ വെബ് സീരീസ് ഈ വരുന്ന സോണി ലീവിലൂടെ ഉടൻ തന്നെ സ്ട്രീം ചെയ്യുന്നതായിരിക്കും. അപ്പോൾ തൊട്ടിട്ട് സിനിമ സർവർ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ സപ്പോർട്ട് ചെയ്യുക.